ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനായിട്ട് ആദ്യം മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂടി ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം അധികം കൂടി പോകരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ അത് മസാല പിടിച്ചിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പീസ് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ കരിമീനോ അല്ലെങ്കിൽ ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. മീനിൻ്റെ 2 ഭാഗത്തും പുരട്ടിയതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതിലെല്ലാം മസാല പിടിക്കുന്നതിനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഈ രീതിയിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, അത് നമുക്ക് മിക്സിയിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കറിവേപ്പിലയാണ്, ഒരു 4-5 ഇതളുള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ നല്ല മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എനിക്ക് അത്ര എരിവ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാതിരുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയുമാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. ഇതെല്ലാം കൂടി ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം. ഇപ്പോൾ 2 വശവുമായിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞതാണ്, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊരു 2 പച്ചമുളകാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിത് സവാള ഇല്ലാണ്ട് ചെറിയ ഉള്ളി മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരുന്ന ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ അതുകൂടി ഒന്ന് കലക്കി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതെല്ലാം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വരണം. അതിനായിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ തക്കാളിയെല്ലാം നല്ല വെന്തുടഞ്ഞ് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് വാഴയിലയാണ്. വാഴയില നമുക്ക് സ്റ്റൗവിൽ ഒന്ന് അത് വാട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ വാഴയില വാട്ടിയെടുക്കാം. ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇനി മറ്റൊരു ഇല കൂടി, ചെറിയൊരു പീസ് ഇല കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അടിയിൽ ഒന്നും പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അല്പം മസാല നമുക്ക് പുരട്ടി കൊടുക്കാം. അതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന മീൻ വെച്ച് കൊടുക്കാം. ഇനി മീനിൻ്റെ മുകളിലും അല്പം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അതനുസരിച്ച് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ രീതിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി വാഴയുടെ നാര് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കണം. അതിനായിട്ട് പാൻ ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് അടുക്കി പിടിക്കാനല്ല, കരിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മീൻ കൂടി ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാനൊരു തക്കാളിയും ഒരു പച്ചമുളകും അല്പം കറിവേപ്പിലയും കാണാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതുകൂടി വെച്ച് കൊടുത്ത് ഈ രീതിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ വെച്ചിരുന്ന മീനിൻ്റെ ഒരു വശമായിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ അടുത്തത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയായ മീൻ പൊള്ളിച്ചത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് തുറന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ടേസ്റ്റിയാണ് ഈ മീൻ പൊള്ളിച്ചത്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.